ഏയ് സുഗത, ഇതാ ആരാ വന്നാ നോക്ക്. മന്മത, നീ വന്നു എന്ന് അറിഞ്ഞിട്ട് അന്നൊന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു ഞാൻ. Hi Sugadan, how are you? How about your family? Everyone is good there? അതെ, അതൊക്കെ അവിടെ വെക്കട്ടെ. ഇപ്പൊ വലിയ മുതലാളിയായി എന്നൊക്കെ അറിഞ്ഞ്. നീ ഇവിടുന്ന് പോണതിന്റെ മുമ്പ് എന്തായിരുന്നു എന്ന് വല്ല ഓർമ്മ ഉണ്ട് എനക്ക്? What he is talking, Satyan? എന്താണെന്ന് മൂപ്പര് മറന്നുപോയി. What? എനിക്കൊരു 10,000 ഉറുപ്പ്യ തരാനുള്ളത് ഓർമ്മ ഉണ്ട് എനക്ക്? Me? How? How? സത്യ, അപ്പൊ ഇവിടുന്ന് പോണതിന്റെ മുമ്പ് ഒരു ചിട്ടി നടത്തിയത് ഓർമ്മ ഉണ്ടാ? ഞാനുണ്ടായി. 10,000 ഉറുപ്പ്യയുടെ ചിട്ടി. ഇവന് വിശ്വസിച്ചിട്ട് ഞാൻ നറുക്കെ വിളിച്ചില്ല. അവസാനത്തെ നറുക്ക് മതി എന്ന് വിചാരിച്ചു. ആ കാശ് തരേണ്ട മുങ്ങിയാനാണ് അവൻ. അപ്പൊ ഇപ്പൊ മാന്യനാണെങ്കിൽ വന്ന വഴിക്ക് ആ കാശ് എനിക്ക് തരണ്ടേ? Actually, you have misunderstood me. നീ നിന്റെ ബോഡ്കത്തെ ഇംഗ്ലീഷ് നിർത്തിക്കാം. എന്നിട്ട് മനുഷ്യനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. See, Sugadan. സി സുഗതൻ അല്ല, ആർ സുഗതൻ. അതുവരെ മറന്നുവൻ. Okay, R Sugadan. This is a matter of just only 10,000 rupees. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇംഗ്ലീഷ് എന്ത്? അതായതേ, പൈസ മന്മഥൻ തരും. തരുന്ന് പഴയ ആളല്ല ഇപ്പോ. ഇപ്പോ ഇംഗ്ലീഷൊക്കെ സംസാരിക്കണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ഞാൻ എന്തിനാ ബഹുമാനിക്കണേ? നീ വേണം ബഹുമാനിച്ചാ മതി. എനിക്കിപ്പോ വേണ്ടത് കാശാ. ആ പൈസ നിനക്ക് കിട്ടിയാ മതിയല്ലോ. നീ പഠിച്ചാ. അതെ മന്മത, ആ പഴയ 10,000 രൂപ നക്കാപ്പിച്ച പൈസ കൊടുത്തേ. വെറുതെ ആളുകൾ കേൾക്കണ്ടല്ലോ. Satyan, I know that. It's just a silly matter. It's a matter of 10,000 rupees only, yeah? അതെ, 10,000. Silly matter. അതെ അതെ. Sugadan, why are you shouting like this? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നോട് ഇംഗ്ലീഷ് പറയരുത്. നീ 10,000 ഉറുപ്പ്യ കിട്ടണം, അത്രേ വേണ്ടു. അത് കൊടുക്കുന്നാലേ അത് കൊടുത്തോ. See, you just come to my home in the evening. മലയാളം അറിയില്ല എനിക്ക്? നീ കേരളത്തിൽ ജനിച്ചല്ലേ? നിങ്ങൾ വൈകിട്ട് എന്റെ വീട്ടിലോട്ട് വാ. അങ്ങനെ മലയാളത്തിൽ പറയും. ഞാൻ വരുന്നില്ല, നീ എന്റെ കൂടെ വാ. നീ മുങ്ങാനല്ലേ? വാ. സുഗതൻ, ഇപ്പൊ എനിക്ക് ഇവിടുന്ന് വേറെ 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരൂ. എന്റെ സ്വഭാവം എനിക്കറിയാം. അന്നെ ഞങ്ങൾ ചെറുപ്പത്തിലെ ചൊറിയൻ മന്മഥൻ സുഗതൻ. സത്യന്റെ കയ്യില് പൈസ ഇല്ല. ഇത് മറ്റേ ഇതുണ്ടോ ഗൂഗിൾ? എന്റെ ഗൂഗിൾ ഇനി അറ്റാച്ച് ചെയ്ത് കണക്ട് ചെയ്യണം ബാങ്കുമായിട്ട്. ഗൂഗിൾ പേ ഉണ്ട്. സത്യൻ ഒരു ചെയ്യൂ. എന്നിട്ട് സത്യൻ ന്യൂ ഇത് വൺ തിങ്. സത്യൻ വൈകിട്ട് വീട്ടിലോട്ട് വാ. ഞാനൊരു പെർഫ്യൂമും വെച്ചിട്ടുണ്ട്. ഞാനത് സത്യന് തരാം. 15,000 20,000 എത്ര വേണമെന്ന് എനിക്ക് 10,000 ഉറുപ്പ്യ മതി. എന്നാൽ 10,000 ചെയ്ത് കൊടുക്ക്. നിന്റെ നമ്പറിനല്ലേ മറ്റേ ഗൂഗിൾ? എന്നെ വിളിക്കില്ല ആ നമ്പറിന്. എന്റെ ഇങ്ങനെ ഷൗട്ട് ചെയ്യരുത്. അല്ല, തരാനുള്ളത് തരണം. മാന്യനാണ്, മുതലാളിയാണ്, വലിയ ഇംഗ്ലീഷ് അറിയാൻ. നമ്മള് കോടികള് ലക്ഷങ്ങള് ഹാൻഡിൽ ചെയ്യണ കൈയായി കേട്ടോ സുഗതൻ. സാറേ എന്റെ കാര്യം തന്നോടല്ലേ ഈ പറഞ്ഞത്? ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയുമ്പോ തന്നെ എഴുതി തരാൻ പറ്റുമോ? എനിക്ക് തന്റെ വീടിന്റെ പരിസരത്ത് വന്ന ആ ലൊക്കേഷൻ കണ്ടിട്ട് ഏതൊക്കെ ഊടുവഴികളുണ്ട്, ചുറ്റുവട്ടത്ത് ആരൊക്കെ താമസിക്കണേന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എഴുതി തരാൻ. അല്ലാതെ പറയുമ്പോ തന്നെ അങ്ങോട്ട് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അവസ്ഥയുണ്ട് സാറേ. അവസ്ഥയാണ് എല്ലാവരുടെ. ഹലോ, ഗെറ്റ് ഔട്ട്. ചോദിക്കാതെയാണ് കയറി പറഞ്ഞത്. ഇവിടെ ഒരാളായിട്ട് സംസാരിച്ചിരിക്കണാണ്ട്. ഇവിടെ വിളിക്കാ, പുറത്ത് നിൽക്ക്. കയറി ഇങ്ങോട്ട് വന്നോളൂ. Sorry sir, really sorry. I'm an NRI working in Dubai. I'm in a little urgent. I have a leave for only 2 weeks. I'm a little busy and I have so many problems to solve here. So only I came without your permission. And also I have an appointment with the bank manager in half an hour. That only I came here. Sorry, we'll wait there. സോറി സാർ. ഇരിക്കും. No sir, we'll wait there. Okay sir. മാറിക്കൊറോ, വലിയ വലിയ ആളുകൾ വരുമ്പോ ഞെളിഞ്ഞിരിക്കാണ്. മാറി. Thank you sir. Please excuse. Okay. അവിടെ നിന്നോ. Thank you so much. എന്താ സാറേ? My name is Manmathan. Oh. And this is my wife. I am Mandodari, 32 years old. I am Parijathan, village officer, 38 years old. Nice to meet you, sir. Thanks. Sir, actually, this is a sale deed of 25 cents of land which I got from my father-in-law. That's Mandu's father. My father is Raghavan. Yeah. So, I have some doubts regarding this document. Pardon, sir? ഒന്ന് മലയാളത്തിൽ പറയോ? ദിസ് ഓഫീസ് ഇൻ ഓൾ ലെറ്ററേഴ്സ് ഇൻ മലയാളം. ഐ ഫോർഗോട്ട് ഇംഗ്ലീഷ്. എല്ലാ ഇവിടെ ഓഫീസിൽ മലയാളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. ഞാൻ BA ഇംഗ്ലീഷാണ്. എന്നാലും Can you follow me? Can you follow my English? Tell me. He full English. Yeah. He Dubai. Yeah. Dubai. And also, looking. I can't. Malayalam is not fluent. I'm not fluent in Malayalam. ഞാൻ കുറച്ച് അങ്ങനെ പറയും. Sir,
My father-in-law told that there is some liability in this document. Sir, actually... സാറേ എൻ്റെ കാര്യം തന്നോടല്ലേ ഞാൻ പറഞ്ഞത് മലയാളത്തില് മാന്യന്മാരായിട്ട് സംസാരിച്ചിരിക്കണ കണ്ടൂടെ? താൻ പുറത്തോട്ട് പോയേ? ഇല്ല കുഴപ്പമില്ല, എവിടെ നിന്നോളാം. അന്നാ മിണ്ടാതെ നിൽക്കുന്നത് കഴിയട്ടെ. ഒരു മര്യാദ ഇല്ല എന്ന് പറഞ്ഞ. Sir, actually, my father-in-law wished to transfer this property in my name. So he told there is some liability existing on this document. Can we transfer this to my name if the liability is still existing? ഈ ആധാരം ഈസ് ഡൺ, ഓക്കെ, ക്ലിയർ. Okay. ഈ ലൈബിലിറ്റി എങ്ങനെ പറയണത്, ലൈബിലിറ്റി ഉണ്ടെങ്കിലും ആധാരം ചെയ്യാം. Okay. പക്ഷെ അറ്റാച്ച്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോക്കുവരത്ത് ഈസ് പ്രോബ്ലം, ഡിസ്പ്യൂട്ട് ഈസ് പോക്കുവരവ്. പോക്കുവരവ് കുഴപ്പമാവും. That I'll manage, sir. I'll manage. Okay. Anyway, thank you so much for your great information. Thank you. താങ്ക് യു സാറേ. കോഫി? കാപ്പി. No, we'll have a juice from the nearby bakery. No. Anyway, thank you so much, sir. Thank you for spending your valuable time. Okay, thank you. Thank you, sir. Wishing you a good night, sweet dreams. Goodbye. 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 Have a good day. Thank you. Goodbye. Thank you, brother. എന്തൊരു അറിവുള്ള മനുഷ്യരാണ്. അന്ന് അതിന്റെ അഹങ്കാരം ഉണ്ടാ. എന്താ മര്യാദ? ഇവിടെ ഓരോരുത്തരും ഒറ്റ കൊണ്ട് കൊടുത്തോണ്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് നമ്മുടെ മെക്കിട്ട് കയറും. പറഞ്ഞ മനസ്സിലായില്ല തനിക്ക്? അടുത്ത ആഴ്ച ആട്ടെ, ഞാൻ ശരിയാക്കി തരാം. Sir, can you please tell me when I'll be able to get my location sketch? It's very urgent. I need to submit this on bank. Then only I can access loan too. വൈകുന്നേരം തന്നാൽ മതിയാ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്? എന്തായാലും പുറത്തു പോയ ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവും പറഞ്ഞത് ശരിയാട്ടോ. അത് നേരം നിങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഈ മന്മഥൻ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു വിവരം, ആ ബുദ്ധിയും ബോധവും എങ്ങനെ ഉണ്ടായി? എനിക്ക് മന്മഥനോട് പ്രത്യേക ബഹുമാനം തോന്നുന്നു. ചെറുപ്പം വലുപ്പില്ല, എന്നോട് ഇംഗ്ലീഷ് പറയുന്നു. ആ പ്രൊഫസർ രവീന്ദ്ര സാർ ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെ മാഷ, ഇന്ന് വരെ എന്നോട് ഇംഗ്ലീഷിൽ ഒരു അക്ഷരം സംസാരിക്കില്ല, വേറെ പച്ച മലയാളം പറയും. അയാൾക്കൊക്കെ പിസ്കണ്ട ഭ്രാന്താണ്. പഠിച്ചു പോകുന്ന നമ്മുടെ നാടിന്റെ ഒരു അഭിമാനം കേട്ടോ അങ്ങനെയുള്ള അറിവുള്ള ആൾക്കാർ. ഇനി നമ്മളെ റെസിഡൻസിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കും. അത് നടക്കും. ഓപ്പ് ഏറ്റെടുത്തല്ലോ, പ്രസിഡന്റ് അവനായില്ലേ. 4 എണ്ണം അങ്ങോട്ട് നിന്ന് 4 പറച്ചലങ്ങടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊല കൊമ്പനും അവിടെ വീഴേ. നീ കേക്കണോ? അപ്പൊ പണ്ടൊക്കെ മന്മഥന്നെ ഇതുവാ എന്നാ വിളിക്കല്. അപ്പൊ നാളെ ചെന്നപ്പോ വിവരം വെച്ചേ, വിവരം വെക്കും. പിന്നെ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ ശബ്ദമൊക്കെ മാറും, എല്ലാതും മാറി കിട്ടും. അല്ല ഇച്ചിപ്പോ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. എന്താ പനക്ക് 5000 ഉറുപ്പ്യ തരാണ്ട് പറഞ്ഞ് വേറെ ഉണ്ടാക്കിയ ആളല്ലേ. മാണ്ടാതിനി ആയാലും വലിയ വിലയല്ല ഇപ്പൊ ഞമ്മക്ക് തരണേ. ഞാൻ ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന എടുത്ത മാതിരിയാണ് കുട്ടിക്ക്. അത് ന്യായം. അല്ല അത് ശരി തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ വാർഡിൽ കറണ്ട് ഇല്ല, ഒരു ട്രാൻസ്ഫോമർ എന്തെങ്കിലും പഠിച്ചു പോയി വിചാരിക്കാം. ആ സമയത്ത് മന്മഥനെ പോലുള്ള ഒരാളാണ് അങ്ങോട്ട് KSEBിലേക്ക് വിളിച്ചിട്ട് ഹലോ ദിസ് ട്രാൻസ്ഫോം പറഞ്ഞേ. അല്ല നമുക്ക് പറയാൻ കിട്ടൂല, മൂപ്പര് പറയണ ഒരു ഇതുണ്ടല്ലോ. അതൊക്കെ കേട്ടു പറഞ്ഞ ആളപ്പ ഇവിടെ എത്തും. ഏയ് നമ്മളെ സമരം അത് ഇവിടെ കറണ്ട് പോയേക്കാട്ടോ നിങ്ങളൊന്ന് നേരാക്കിയ വെച്ചിട്ട് പോകണോ പറയോര്. പിന്നെന്താ സംഭവം അറിയില്ല. എന്തേ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? എല്ലാ നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കാര്യം എന്താ പറയുമ്പോ എന്താ
രാഘവേട്ടാ കണ്ടോതിരി അയ്യോ കരയില്ലേ കരയില്ലേ കരയണ്ട. എന്താണ്ടായത് പോണോ നമ്മള് രാത്രി എന്റെ കൂടെ ഉറങ്ങാൻ കിടന്നതാണ്. രാവിലെ ഇല്ല. ഇംഗ്ലീഷൊക്കെ പോയോ? അപ്പൊ പിന്നെയും കാണാല്ലാണ്ടായോ? വേണ്ടായി ഒരെല്ലാം പോയി. കൊണ്ടുപോയി? എന്തുകൊണ്ടായി? എല്ലാം കൊണ്ടുപോയി. ഇവിടെ 3.5 പവന്റെ ചെയിനും സ്വർണ്ണ ചെയിനും 1/2 പവന്റെ മോതിരും. കൈക്കത്തെ വള കൊണ്ടാത്തത് ഭാഗ്യം വിചാരിച്ചാ മതി. ഇത് മുക്കാണെന്ന് എനിക്കറിയാം. മുക്കാളൊക്കെ മുക്കി. അത് മാത്ര അച്ഛന്റെ പേരിലുണ്ടായിരുന്ന ഈ വീട് സ്ഥലം അങ്ങേരുടെ പേരിലെഴുതി ആധാരം കൊണ്ടുപോയി. അതെ കോയക നമ്മുടെ ചെറുക്കിലെ വാസുവിന്റെ മകളെയും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. ഞാനെങ്ങനെ അറിയില്ല. എല്ലാം മുക്കോട്ടെ അച്ഛാ. എന്നെ ഇട്ടിട്ട് വേറെ പെണ്ണിന്റെ കൂടെ പോയതാ. അല്ല അത് അങ്ങനെയല്ല പോയെന്നറിയില്ല. അറിയാണ്ട് പറഞ്ഞാണ്. അറിയാതെ പറഞ്ഞ അവളിവിടെ അയാളുടെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നേണ്. സംശയം ആ 10,000 ഉറുപ്പ്യ എനിക്ക് തന്നിട്ടില്ല. ഒരു 10,000 ഉറുപ്പ്യ ഞാൻ കൊടുത്തു ഈ സുഖത്തിന് വേണ്ടിയിട്ട്. അയ്യോ ഞാൻ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി 450 കൊടുത്തു, ഇതുവരെ കിട്ടിയിട്ട. അപ്പൊ മൊത്തം തന്നെ പരിപാടി മൂപ്പർക്ക്. അല്ലേ എനിക്ക് 5000 വേണ്ടി വരും കേട്ടോ. അയ്യല്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ. വേണ്ട ഞാൻ ഇംഗ്ലീഷ് ഒക്കെ കേട്ടിട്ടില്ല. ഞാൻ വേണ്ട കൊണ്ടൊക്കെ ഒന്നാട് തന്നിട്ടില്ല. ഓ അവനെ പോക്കി നടക്കാൻ കുറെ എണ്ണു. മണ്ടനായാലും വേണ്ടില്ല, തെമ്മാടി ആയാലും വേണ്ടില്ല, വിവരദോഷി ആയാലും വേണ്ടില്ല. 4 അക്ഷരം ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവന്റെ സ്ഥാനം? ചന്ദ്രയാനെ ചന്ദ്രനിൽ വിട്ടവരെയൊക്കെ സ്ഥാനത്തല്ലേ അവനെ കൊണ്ട് ഇരുത്തിയത് അവിടെ. എടാ മൊയ്തോ, ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നേ അവന്റെ ഇടപെടല്, അവന്റെ പെരുമാറ്റം, അവന്റെ അറിവ്, അവന്റെ വിവേക ബുദ്ധി, പിന്നെ അവന്റെ പ്രവർത്തന മേഖലയിൽ ശേഷി, ഇതൊക്കെ ആശ്രയിച്ചിരിക്കും. അല്ലാണ്ട് 4 അക്ഷരം ഇംഗ്ലീഷ് കൊണ്ട് പഠിച്ചു വന്നിട്ടേ അത് അറിയാത്തവന്റെ മുമ്പിൽ ഛർദിച്ച ആളാവലല്ല. അല്ലേ രാഘവേട്ടാ? യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.